ശേഷേ ഓളെ കല്യാണം ഇപ്പൊ നടത്തുന്നില്ല. നിന്റെ കല്യാണം നടത്തിയതിന് ശേഷേ അത് നടത്തൂ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുന്നല്ലേ അല്ലേ ഓളെ? അതെ, പിന്നല്ലാണ്ട്. നിങ്ങൾക്കറിയാലോ 38 വയസ്സിനുള്ളിൽ എന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മയ്യത്തായി പോകുന്നു. എന്നിട്ട് മോളെ കല്യാണം നടത്താനാ പൂതി. നിങ്ങളൊരു തന്തയല്ല, നിങ്ങളൊരു തള്ളയല്ല, ഇനി ഒരു പെങ്ങളുമല്ല. കുടുംബക്കാർ അത്ര കുടുംബക്കാരില്ല ഇങ്ങനെയാ. മോനെ, നമ്മൾ എത്ര നാളായി നമ്മളെ തറവാട്ട് മുറ്റത്തൊരു പന്തലിട്ടിട്ട്. പന്തലിടാൻ കല്യാണം തന്നെ വേണമെന്നൊന്നുമില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കറ്. നീ പോടാ മോനെ ചെയ്യേ, ഇന്റെ ട്രെയിനിന്റെ സമയം ആയില്ലാലോ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ആടെയുള്ള നായ്ക്കളൊപ്പം കിടന്നോളാം. നിങ്ങളെ കളഞ്ഞാല് ഐറ്റിങ്ങളാ. നിങ്ങൾ എന്തായാലും ചെയ്ത തോന്നിയ ദിവസമായി പോയി. ഒരേ അറിഞ്ഞ് മച്ചുമല് മുട്ടിയേക്കുന്ന ഇവനായിട്ട് ഉണ്ടായിട്ടാ നിങ്ങൾ മോളെ കല്യാണം നടത്തും. ഉളുപ്പുണ്ട് നിങ്ങൾക്ക് ഒരു മനസ്സ് വന്നിട്ടാ ഷേക്കനി പടിയിറങ്ങുന്നത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബേബി, എത്ര കൊല്ലായിട്ട് ഇനി എൻ്റെ പേഴ്സണൽ മാരേജ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് കറുത്ത പമ്പിളർ ഇഷ്ടമല്ലെന്ന്. ഫിൽറ്റർ കൂട്ടിയിട്ടാ മനസ്സിലാവാണ്ടിരിക്കാൻ ഞാൻ എന്താ ബേബി മൊണ്ണനാ? സർ കളർ കുറച്ച് ഡിഫറെന്റ് ആണേ ഉള്ളൂ സാർ, ബാക്കി എല്ലാം ഓക്കെ ആണ് സാർ. അത് ഇനിയാണോ ബേബി തീരുമാനിക്കുന്നത്? പൈസ ഞാൻ തരുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന പണിയെടുത്താൽ മതി, വെറുതെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റണം. മനസ്സിലായി? ശരി, ഓക്കെ സാർ. പേരെന്തേനും? പല്ലവി. ഏതുവരെ പഠിച്ച്? MA ലിറ്ററേച്ചർ. കല്യാണം കഴിഞ്ഞ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും താല്പര്യമുണ്ടോ? പിന്നെ. അമ്മേ ജിതേഷേ, വാ. ഏയ് ജയേഷ്, എന്നെ മനസ്സിലായോ? വിനോദ വക്കീലിന്റെ മോളല്ലേ? പല്ലവി. അത് തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വൈഫ് എവിടെ? കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ. പല്ലവിയുടെ? ഞാൻ ഒരെണ്ണം കഴിച്ചു, ഇപ്പൊ ഡിവോഴ്സ്ഡ്. സുഖം സ്വസ്ഥം. ശരി, വരുന്നേ. ഞാനേ സൗത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ട് ഒരു മാച്ച് മേക്കിംഗ് ഫേം നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ജയേഷിന് വേണ്ടി ഈ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ അത്ര ശരിയായിട്ടല്ല ജോലി ചെയ്യുന്നെന്നാ. അല്ലെങ്കിൽ ജയേഷിനെ പോലത്തെ ഒരാൾക്ക് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വരില്ലല്ലോ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. എനിക്ക് കോഴിക്കോട് ഒരു ബ്രാഞ്ച് ഉണ്ട്. മാച്ച് മേക്കിംഗ് റിലേറ്റഡ് എന്ത് ആവശ്യത്തിനും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പഠിക്കരുത്, എപ്പോഴും ഏത് സമയത്തും. ഓക്കെ? പിന്നെ സ്വന്തം കല്യാണം മര്യാദയ്ക്ക് നോക്കി നടത്താത്തോളാം എന്റെ കല്യാണം നടത്തുന്നു. ഓനെ ഇപ്പൊ ഞാക്ക് വിളിക്കുവാനും മെസ്സേജ് അയക്കുവാനും ഒന്നും പറ്റുന്നില്ലാന്ന്. ഞാളെ എല്ലാത്തിൻ്റെ അകത്തും ബ്ലോക്കാക്കി കളഞ്ഞിനി. ഞാക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇന്നെ ചേർക്കാം. ഞാള് നല്ല പെൺകുട്ടിയോളെ ഫോട്ടോ എല്ലാം അതിലിട്ടുതരാം. ആ ഫോട്ടോ എല്ലാം ഓനെ കാണിച്ചിട്ട് ഓന്റെ മനസ്സൊന്ന് ഇളക്കാൻ നോക്കണം. இனிமே நீங்க தான் என் குடும்பம், நீங்க தான் என் அப்பா, நீதான் என் அம்மா. நான் வந்து உன் உயிர் நண்பன், கவலைப்படாதா. നീ ഉയർ നിങ്ങൾക്കറിയാവാ ഞാൻ കണ്ട പെണ്ണിനെ സൂത്രത്തിൽ പോയി കണ്ട് കല്യാണം പണി കളഞ്ഞ 1.5 പേർക്ക് ഇവൻ. സാറേ, ആ പറഞ്ഞ ഒരു കറക്ഷൻ ഉണ്ട്, കഥ പറയുമ്പോ മൊത്തത്തിൽ പറയാം. നീ പറയാതെ ശരിയാ സാറേ, ഇവൻ കണ്ട പെണ്ണിനെ ഞാൻ പോയി കണ്ട്. പക്ഷെ അതിന് മുമ്പ് ഈ മാങ്ങാത്തോലം ചെയ്ത എന്താണെന്നറിയോ? എന്താ? കാണാൻ പോയ പെണ്ണിന് കോന്ത്രം പല്ലുണ്ട്, അവന്റെ കുഴി കിടക്കുന്ന അപ്പൂപ്പന്റെ കോടാങ്കി ശാസ്ത്രപ്രകാരം കെട്ടുന്ന ചെക്കൻ വെന്തുരുക്കി ചത്തുപോകും എന്നൊക്കെ പറഞ്ഞ പെണ്ണിനെ ഉപേക്ഷിച്ച ശേഷമാണ് ഞാൻ പോയി കണ്ടത്. എന്നിട്ടോ ഈ ചെറ്റ ഇവൻ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ കൂട്ടിട്ട് പോയി ഓപ്പറേഷൻ ചെയ്ത് ഓളെ പല്ല് ശരിയാക്കി കളഞ്ഞു സാർ. അങ്ങനെ ഒരു ഓപ്പറേഷൻ ഉള്ള കാര്യം ഇവൻ എന്നോട് പറഞ്ഞില്ല സാർ, പറഞ്ഞില്ല. നീ 95 പോലെ കമ്പ്യൂട്ടർ കളിക്കുന്നവനല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? സകലകല വല്ലവൻ, പക്ഷെ വകതിരിവ് വട്ടപൂജ്യം. நீ கவலைப்படாத. അവനോട് ഒരു സെന്റി അടിക്കണ്ട. உனக்குன்னு ஒரு பொண்ணு பிறந்திருப்பா, வரைக்கும் கவலைப்படாத. உங்களுக்கு தெரியுமா என் அப்பாவோட குடும்பத்துல யாருமே 70 വയസ്സ് താണ്ടാது. എനിക്കിപ്പോ 38 വയസ്സായി സാർ. ഏതെങ്കിലും കാലത്ത് ഞാനൊരു കല്യാണം കഴിച്ചു, അതിലെങ്ങനെയെങ്കിലും എനിക്കൊരു കുട്ടി ഉണ്ടായ ആ കുട്ടിയുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക സാർ.
പേരക്കുട്ടികളെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുക സാർ. ഉണ്ട്, ഭാഗ്യമുണ്ട്. ഇതാണ് ആ കൊച്ച്, പേര് ഗോപിക. എങ്ങനെയുണ്ട്? അസ്പരസ് അല്ലടാ, പ്രശാന്തേട്ടൻ്റെ ആലോചന. എന്നോടല്ല ആരാടാ എനക്ക് പെണ്ണ് നോക്കാൻ പറഞ്ഞേ? ആരും പറയണോ? പ്രശാന്തനും കണക്കാ, ഓൻ്റെ അച്ഛൻ നാരായണനും കണക്കാ. എനക്ക് പെണ്ണ് നോക്കാനും ആണ് നോക്കാനും ഒരുത്തന്റെ ആവശ്യമില്ല. ഞാൻ ഒറ്റക്ക. മൂട് വെച്ച് സാർ, ഞാൻ തൂങ്ങ പറ. தம்பி இந்தாப்பா ஊருகா. താങ്ക്സ്. ഉണ്ടാക്കി കൊടു. നീ വേറെ ഇതുകൊണ്ടാ തന്നെ ഇരുന്നു. വെറുതെ ഓരോ എന്താ മാമ്പറത്തെ ജയേഷ് ഈടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച കാര്യം പുറത്തറിയിച്ച് ആണുങ്ങളെ മക്കാറാക്കാൻ നോക്കിയാലുണ്ടല്ലോ കുരിപ്പേ, ചവിട്ടി ചുമരമിൽ പറ്റിച്ചോളെ ഞാൻ. ഉറിഞ്ചതാ ഓടാ. എവിടത്തെ മണ്ടാണ് ഇതിൽ നല്ലൊരു പെണ്ണെ ഓൻ എവിടുന്ന് കിട്ടാനാ? സ്വാമി എന്തേലും പറഞ്ഞു കൊടുക്കണം, അല്ലാണ്ട് വെള്ളം അടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് കെട്ടിയെടുത്താ പോരാ. வேணாவா? സൂക്ഷിച്ചൊക്കെ പോണേ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അവരെ പേരിൽ 3 അക്ഷരമായിരിക്കും ഉണ്ടാവുക. നീ എന്തിനാ തെണ്ടിക്ക് വേണ്ടി പെണ്ണാലോചിക്കാൻ നടക്കുന്നേ? തെണ്ടിയാണേലും അവനെന്റെ ചങ്കാടി, നീ അവൻ മറക്കല്ലേ. അവൻ നിന്നെ പെണ്ണ് കണ്ടതിന് ശേഷമാണ് ഞാൻ നിന്നെ കെട്ടിയത്. വി ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. എന്റെ മോനല്ലേ, തിരിച്ചു വാടാ. ഗോപിക്ക് സാമ്പാറും എരിശ്ശേരിയെല്ലാം ഉണ്ടാക്കാൻ അറിയാം. എലയടാ വേടാ. ഇത്രയും കാലം നമ്മുടെ ദേശം അലഞ്ഞിരിഞ്ഞത് വെറുതെ അല്ല, എല്ലാം ഇത് വേണ്ടിട്ടാ അല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടാ? കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ ജോലിക്കൊക്കെ പോക്ക് ബുദ്ധിമുട്ടാവില്ലേ ജയശേട്ടാ? യഥാർത്ഥത്തില് ജയേഷിന്റെ ജന്മസാക്ഷാത്കാരാണ്. അതെ 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 അതെ. ഇന്നും ഇതുപോലെ ചുരിദാറിലും തന്നെ ഇടുക? ആ, എനിക്ക് ഇന്ത്യൻ വസ്ത്ര രീതിയുടെ തന്നെയാ താല്പര്യം. രാഘവൻ നമ്പ്യാരെ നൂറ്റാണ്ടിന്റെ ഒത്തുചേരൽ ഇവിടെ നടക്കുന്നു. ശാസ്ത്രം പോലും തോറ്റു. ജയേഷേ, ഇഷ്ടപ്പെട്ട നമ്മളെ കുട്ടിയെ? അല്ല, പറ്റ ഇപ്പൊ തന്നെ കൊണ്ടുപോകണമെന്നാ ജ്യേഷ്ഠ മനസ്സിൽ. ഇങ്ങനെ ഷോൾ ഇടുന്നു, ഇത്തിരി ആള് വെക്കല്ലേ വരാൻ കിട്ടുന്ന ഷോള് മോയന്ത്. നീ നടക്ക്. എന്തെന്നാണ്? എടാ, കല്യാണം കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ ഒരു അരഞ്ഞാൻ കടിഞ്ഞാൻ നമ്മളെ ആണുങ്ങളെ കയ്യിലായിരിക്കണം. ഈറ്റിങ്ങളെല്ലാം എങ്ങനെ മരിക്കണമെന്ന് നീ അറിയണം. എടാ, കല്യാണം കഴിഞ്ഞാൽ എന്നും കളിഞ്ചിരി ഒന്നും ആയിരിക്കൂല. പല പേരയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആദ്യത്തെ അടി പൊട്ടുന്നത് ഓളെ ഭാഗത്തുണ്ടാവുന്ന ഒരു തെറ്റുണ്ടായിരിക്കണം. ഇനി ഓള് തെറ്റൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കാം. നീ ഓളെ നല്ലോണം പഠിച്ചിട്ട് മനഃപൂർവ്വം നീ ഒരു പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ ഓക്ക് തോന്നണം, അയ്യോ തെറ്റ് പറ്റിപ്പോയി, മാപ്പാക്കണം എന്നൊക്കെ. അപ്പൊ ഈ നിക്ക് കിട്ടുന്നൊരു അപ്പർ എഡ്ജില്ലേ മോനെ ജയേഷേ,
ലൈഫിൽ ചാവുന്നവരെ എനിക്കത് ഉപകാരപ്പെടും. ഈ കേട്ടിട്ടില്ലേ, മെൻ ആർ ഫ്രം മരണമാസ്, വിമൻ ആർ ഫ്രം അടുക്കളന്ന്.